മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും. We are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം. സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ. പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാതെ ദൈവം ടീച്ചർ വിളിച്ചിട്ട് തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പറഞ്ഞത്. എല്ലാവരെയും കൂടെ ഒത്തുകൂടി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണാവുന്ന രീതിയിലാണ് ഇന്നത്തെ ഡേറ്റ് പറഞ്ഞത്. പക്ഷേ 10 പേര് മാത്രമേ ഇപ്പോഴും വന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പറച്ചിലിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ദീപേഷ്. ആദ്യം തൊട്ട് തന്നെ അങ്ങനെയാണ്. പക്ഷേ പുള്ളിക്കാരന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടെ കൂടി ഒരു ദിവസം വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലീവിൽ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് കറക്റ്റ് 3 വർഷമായിരുന്നു നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അവനായിരിക്കും ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ വിഷമിക്കുന്നത്. ഈ വരാത്ത കൂട്ടത്തിൽ ബാക്കി ആർക്കും വിഷമം കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവർ വരാത്തത്. അവന് ഒരുപാട് വിഷമം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും അവന് മനസ്സിലാകാൻ വിഷമമൊക്കെ മാറിക്കോട്ടെ. എല്ലാവരെയും നമ്മൾ പിക്ചർ എടുത്തിട്ടുണ്ട്, വീഡിയോ ഉണ്ട്, എല്ലാം കാണട്ടെ, കുഴപ്പമില്ല. വരാത്തവർക്ക് അവിടെ ഉള്ളവർക്ക് അതല്ല പറ്റത്തുള്ളൂ. നമ്മൾ ഞങ്ങളുടെ ആ ഒരു വർഷം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ അതുമല്ല ഒരാഴ്ചത്തെ ടൂറ്, ആ ഒരു ഫോട്ടോ പോലെ ഞങ്ങൾ ഇപ്പോഴും നെറ്റിയിട്ടിട്ടുണ്ട്. ആ ഒരു ടൂറ് ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. ഇനിയും തന്നെ എവിടെയൊക്കെ പോയാലും എത്ര എടുത്ത് പഠിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു അനുഭവം ഒരു വർഷത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങൾ ഞങ്ങൾ ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ബന്ധങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയ, പിന്നെ ITC ഇങ്ങനെ വരാൻ പറ്റിയത്, പിന്നെ ഞങ്ങൾ പഠിച്ച ക്ലാസ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, എല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ ഞാനായ ദീപേഷ് ഇവരെല്ലാം കാണുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊക്കെ ഫംഗ്ഷൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കണം. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ വേറെ ക്ലാസ് ഉണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ. അതിന് ഇവിടെ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സാഹചര്യം ഒരുക്കി തന്ന ടീച്ചർക്കും സാറിനും ഒരുപാട് ധന്യവാദങ്ങളുണ്ട്. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഇവിടെ കൂടാൻ കഴിഞ്ഞില്ലേ. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്ന ആ ഒരു കാരണത്താലല്ലാതെ ഞങ്ങളെല്ലാവരും വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു റീയൂണിയൻ പോലെ അത് കോളേജിലൊക്കെ നടത്താറുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് അത് ഇതുവരെ ഇവിടെ സാധിച്ചിട്ടില്ല. ശരിക്കും ഇത് വാങ്ങിക്കാൻ വരാത്ത ഞങ്ങളുടെ സഹപാഠികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ശരിക്കും ഒരു നഷ്ടമായിരിക്കാം. ശരിയായിരിക്കും ഇതിനേക്കാൾ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഇപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാലും പഴയ പഠിച്ച ഫ്രണ്ട്സിനെ കാണുക, അവരോട് കുറച്ച് നേരം ചെലവിടുക എന്നുള്ളത് ശരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു നിമിഷമായിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്കിലും ഒരുപാട് സന്തോഷം, ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നാൽ. ഇങ്ങനെ ഒരു ദിവസം എന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ദിവസമാണിത്. പിന്നെ ഇതേ കണക്ക് എല്ലാ വർഷമെങ്കിലും എങ്കിലും കുറേ വർഷങ്ങൾ കൂടിയിരിക്കുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു റീയൂണിയൻ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഞങ്ങൾ ആ പഠിച്ച ബാച്ചിൽ ഇപ്പോഴും ഞങ്ങൾ അതിനുശേഷം ഞാൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഇവിടുത്തെ റിലേഷന് അല്ലെ ഇവിടുത്തെ ഞങ്ങൾ ഒരു വർഷം പഠിച്ചിട്ടുള്ളൂ ഇവിടെ ഞങ്ങളെല്ലാവരും. എന്നാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓണക്ക് ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് കോളേജിൽ പഠിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇവരൊക്കെ സൂക്ഷിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും മറ്റുള്ള ഫ്രണ്ട്സിൽ നിന്ന് ആ ഒരു ആത്മാർത്ഥത ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കൂടാൻ കഴിഞ്ഞില്ല.